श्रीराम राम राम श्रीरामचन्द्र जय। श्रीराम राम राम श्रीरामभद्र जय। श्रीराम राम सीताभिराम राम। श्रीराम राम राम लोकाभिराम। എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ന്യൂസ് ഇൻഡിപെൻഡൻസിൻ്റെ സാകേതം എന്ന രാമായണ പുണ്യത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നലെ പറഞ്ഞു നിർത്തിയത് രാമായണ പാരായണത്തിൻ്റെ ആലാപനത്തിൻ്റെ രാമായണ ഗായകരായ ലവകുശന്മാർ അയോധ്യയിലെ അശ്വമേധയാഗ വേദിയിൽ സീതാദേവി അന്തർധാനം ചെയ്തു ഭൂമിക്കടിയിലേക്ക്. ബ്രഹ്മാവിൻ്റെ നിർദ്ദേശമനുസരിച്ച് രാമായണ പാരായണത്തിൻ്റെ സമാപന ദിവസമായ 32ാമത്തെ ദിവസമാണ്. അന്ന് പാരായണം ചെയ്ത ഭാഗങ്ങൾ രാമായണത്തിൻ്റെ ക്ലൈമാക്സ് ഒടുവിലേക്ക് പോവുകയാണ്. കൗസല്യാദികളുടെ മരണം ആലപിച്ചു. അതുപോലെ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ രാമാദികളുടെ മക്കളെയെല്ലാം ഓരോ രാജ്യത്തെ രാജാക്കന്മാരായിട്ട് അഭിഷേകം ചെയ്തു. എന്തുകൊണ്ട്? യഥാർത്ഥത്തിൽ അത് ചെയ്യണമെന്നില്ല. പൈതൃകവും പാരമ്പര്യമനുസരിച്ച് രാജാവാരാണോ അവരുടെ മക്കൾക്ക് അവകാശപ്പെട്ടതാണോ. അയോധ്യ എന്ന വലിയ രാജ്യത്തെ പകുതിയാക്കി ലവനും കുശനും കൊടുത്താൽ മതി രാമന്. പക്ഷെ രാമൻ എന്തുകൊണ്ട് തൻ്റെ അനുജന്മാരായ ഭരത ലക്ഷ്മണ ശത്രുഘ്നന്മാരുടെ മക്കൾക്കും ലവകുശന്മാർക്കും ഒരുപോലെ രാജ്യത്തെ വിഭജിച്ചു, ഭാഗിച്ചു? നമുക്കറിയാം, രാമായണ കഥയുടെ അടിത്തറ തന്നെ രാമൻ കാട്ടിലേക്കുള്ള വനവാസം പോയതും പിന്നീട് ഉള്ള സംഭവങ്ങളുമാണ്. അതിന് കാരണം കൈകേയിയുടെ രാജ്യത്തോടുള്ള അല്ലെങ്കിൽ അധികാരത്തോടുള്ള ഭ്രമമായിരുന്നു. അത് കണ്ട് പഠിച്ച ആളാണ് രാമൻ. തൻ്റെ അച്ഛനെ സ്ത്രീകളോടുള്ള വല്ലാത്ത അഭിനിവേശം കണ്ട മക്കളാണ് ഇവർ 4 പേരും. 3 ഭാര്യമാർക്ക് പുറമെ ദശരഥന് 352 അന്തഃപുര ഭാര്യമാർ വേറെയുമുണ്ട്. ഇത് കണ്ട് മടുത്ത കൊണ്ടാണ് മക്കൾ 4 പേരും ഏകപത്നി വ്രതത്തിൽ ഉറച്ചു നിന്നത്. ഈ അധികാരത്തിന് വേണ്ടി ഭാര്യമാരുടെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കൈകേയി മുതലായവരുടെ കലഹം കണ്ട് മടുത്തായിരിക്കാം അങ്ങനെ ഒരു സംഘർഷം പിന്നീട് തൻ്റെ കുടുംബത്തിലുണ്ടാകരുതെന്ന് കരുതിയാണ് രാമൻ തനിക്കും തൻ്റെ സഹോദരന്മാരുടെ മക്കൾക്കും ഒരുപോലെ രാജ്യം വിഭജിച്ചു കൊടുത്തത്. ഈ സമയത്ത് പുത്രന്മാരായ ലവകുശന്മാരുടെ അഭിഷേകം നടത്താൻ അവിടെ ഉണ്ടായത് അല്ലെങ്കിൽ അഭിഷേക ചടങ്ങിന് നേതൃത്വം കൊടുത്തത് വിഭീഷണൻ ആയിരുന്നു എന്ന് പ്രത്യേകം മനസ്സിലാക്കണം. ഇനി മഹാഭാരതത്തിലും രാമായണത്തിലും ഒരു അന്ത്യയാത്രയുണ്ട്. മറ്റു ലോകത്തിൽ ഒരു കൃതിയിലും കാണാത്ത, ഈ 2 ഇതിഹാസങ്ങളിൽ മാത്രം കാണുന്ന ഒരു അന്തിമ രംഗം. മഹാഭാരതത്തിലാണെങ്കിൽ പാണ്ഡവന്മാർ പത്നിയായ ദ്രൗപദിയെ കൂട്ടി മഹാപ്രസ്ഥാനത്തിന് പോകുന്നു. മഹാപ്രസ്ഥാനത്തിന് ഇറങ്ങുമ്പോൾ മൂത്തവനായ യുധിഷ്ഠിരൻ മറ്റ് 5 പേരോടും പറഞ്ഞത് തിരിഞ്ഞു നോക്കരുത് എന്നാണ്. തിരിഞ്ഞു നോക്കരുത്. അതേപോലെ ഒരുപക്ഷെ അതിനു മുമ്പുണ്ടായ രാമായണത്തിൽ വിടവാങ്ങലിൻ്റെ രംഗമായി ഒരു ദിവസം അയോധ്യയിലേക്ക് യമധർമ്മ രാജാവ് വേഷം മാറി വന്നു രാമനെ കാണാൻ. രാമനോട് പറഞ്ഞു, ഞാനും നിങ്ങളും തമ്മിൽ സംസാരിക്കുമ്പോൾ ആരും കടന്നു വരരുത്. ആരാണോ അകത്ത് കയറി വന്നത് അയാളെ വധിക്കണം. അങ്ങനെ ഇവർ സംസാരിച്ചു കൊണ്ടിരുന്നു. പുറത്താരും കയറി വരാതിരിക്കാൻ ലക്ഷ്മണനെ കാവൽ നിർത്തി. പക്ഷേ വിധി അതിൻ്റെ വിളയാട്ടം ആരംഭിച്ചു. ദുർവാസാവ് മഹർഷി അവിടെ എത്തി. എനിക്കിപ്പോൾ രാമനെ കാണണം എന്ന് പറയുന്നു. ഈ ഋഷികളും യമധർമ്മനെല്ലാം കാലത്തിൻ്റെ കാവ്യനീതി പോലെ ഈ ഒരു മഹാരംഗം അവസാനിപ്പിക്കേണ്ടതിൻ്റെ തിരനാടകമാടുകയാണ്. എനിക്കിപ്പോൾ രാമനെ കാണണം. ലക്ഷ്മണൻ പറഞ്ഞു, അകത്ത് ആരെയും ചർച്ചയിലാണ്. അതൊന്നും പറ്റില്ല, കടത്തുന്നില്ലെങ്കിൽ പറയൂ. കോപിഷ്ഠനായ ദുർവാസാവ് അയോധ്യയെ ശപിച്ച് ചാമ്പലാക്കും. അകത്ത് പോയാൽ ആരാണോ അകത്ത് വരുന്നത് അയാളെ വധിക്കണം എന്നാണ് ഉത്തരവെങ്കിൽ ലക്ഷ്മണനെ ഏട്ടന് വധിക്കേണ്ടി വരും. അകത്ത് വിട്ടില്ലെങ്കിൽ ദുർവാസാവ് രാജ്യത്തെ നശിപ്പിക്കും.
എന്നും തൻ്റെ വൈയക്തികതകളേക്കാൾ നാടിന് പ്രാധാന്യം കൊടുത്ത ലക്ഷ്മണൻ അകത്ത് കയറി. വാക്ക് ലംഘിച്ചു എന്ന് യമൻ രാമനെ ചൂണ്ടിക്കാട്ടി. ലക്ഷ്മണനെ വധിക്കണം. വധം എന്നുള്ളത് രണ്ട് രീതിയിലുണ്ട്. മാനഹാനി വധാണ്. ഒരാളെ ഉപേക്ഷിക്കുന്നതും വധിക്കുന്നതിന് സമാണ്. തൻ്റെ കൂടെ ജനിച്ചത് തൊട്ട് നിഴല് പോലെ ഏത് കാട്ടിലും ഏത് രാക്ഷസക്കൂട്ടിലും തന്നോടൊപ്പമുണ്ടായ തൻ്റെ ഹൃദയമായ തൻ്റെ പ്രാണനായ ലക്ഷ്മണനോട് ഉപേക്ഷിക്കപ്പെട്ടവനായി അറിയിച്ചു. ലക്ഷ്മണൻ ആ നാടകത്തിൻ്റെ തിരശീല വീഴുന്നതിന് മുമ്പ് ഓരോരോ രംഗങ്ങൾ അവസാനിക്കുന്നു. ലക്ഷ്മണൻ വിടവാങ്ങി അനന്തമായ സാഗരത്തിൽ ആദിശേഷനായിട്ട് ഭഗവാന്റെ തൽപ്പമായിട്ട് മറഞ്ഞു. രാമനും വിടവാങ്ങുകയാണ്. എല്ലാം ഉപേക്ഷിച്ച് പുറപ്പെടുകയാണ് രാമൻ. രാമൻ്റെ കൂടെ രാമൻ്റെ ദിവ്യായുധങ്ങൾ ഋഷിമാരുടെ രൂപത്തിൽ പുറപ്പെട്ടു. അയോധ്യ മുഴുവൻ സകലരും ഋഷികളും മനുഷ്യരും രാജാക്കന്മാരും ബന്ധുക്കളും സഹോദരന്മാരും സഹോദരരുടെ പുത്രന്മാരും അങ്ങനെ സരയുവിലേക്ക് മഹാപ്രസ്ഥാനത്തിന് പോവുകയാണ്. ഒടുവിലത്തെ യാത്രയാണ്. രാമനോടൊപ്പം ചേരുക, രാമനായി തീരുക എന്നുള്ള ഒരേ ലക്ഷ്യത്തിന് വേണ്ടി, അത് ജീവിതത്തിലായാലും മരണത്തിലായാലും ആ ജനത കാണിച്ചു തരികയാണ്. സരയുവിൻ്റെ തീരത്ത്, സരയുവിൻ്റെ കയങ്ങളിൽ എല്ലാവരും ഇറങ്ങി. അപ്പോഴേക്കും വൈകുണ്ഠത്തിൽ നിന്ന് രഥം വന്ന് രാമജീവിതം ഉപേക്ഷിച്ച് ഭഗവാൻ വിഷ്ണുകലയിൽ ചേർന്നു. മറ്റെല്ലാ ദേവതകളും ഓരോരോ രൂപത്തിൽ അവതരിപ്പിച്ചതാണ്. ഒരു മഹാകാര്യത്തിന് ദേവതകളെല്ലാം വാനരന്മാരും രാക്ഷസന്മാരും അല്ലെങ്കിൽ മനുഷ്യരായും ഒക്കെ അവതരിച്ചതാണ്. അവരെല്ലാം ജന്മനിയോഗം കഴിഞ്ഞ് അവരുടേതായ സങ്കേതങ്ങളിലേക്ക് മടങ്ങിപ്പോയി. ആകെ ബാക്കിയായത് വിഭീഷണൻ, ഹനുമാൻ. നമുക്കറിയാം, ചിരഞ്ജീവികളായിട്ട് അവർക്ക് മരണമില്ല. അങ്ങനെ അവിടെയാണ് ഉത്തരകാണ്ഡം സമാപിക്കുന്നതോടുകൂടി രാമായണ കാവ്യത്തിനും വാൽമീകി തിരശ്ശീലയിടുന്നത്. നമുക്കിനി നാളെ മുതൽ പുതിയ ഭാഗങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ.